എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മഴയൊക്കെ ആയതിനു ശേഷം ഇന്ന് രാവിലെ എടുത്ത വീഡിയോയാണിത്. മഴ ഉണ്ടായാലും നമ്മുടെ പ്ലാന്റുകൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഏതെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യുകയും ചെയ്യുക. ഇതിപ്പോൾ മിക്രാന്തയും ബ്ലൂ വിസിലുമാണ്. ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. ബ്ലൂ വിസിലിന് 100 രൂപയും മിക്രാന്തയ്ക്ക് 50 രൂപയുമാണ് ഫ്ലവറിങ് പ്ലാന്റിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡൗബൻ വാട്ടർ ലില്ലിയുണ്ട്. ഡൗബന് 80 രൂപയാണ്. അതുപോലെ ഈ കൂട്ടത്തിലുള്ള ഇസ്ലാമൊറോഡ എന്ന വാട്ടർ ലില്ലിക്ക് 130 രൂപയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കോംബോ ആയിട്ട് വേണമെങ്കിൽ തുടക്കക്കാർക്ക് വാങ്ങാം. അതുപോലെ തന്നെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാട്ടർ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. മെക്സിക്കൻ സോഡ്, ജപ്പോണിക്ക, അങ്ങനെയൊക്കെയുള്ള മൊസൈക്ക് പ്ലാന്റ്, എല്ലാ വാട്ടർ പ്ലാന്റും നമുക്ക് സെയിലിനായിട്ടുണ്ട്. 10 രൂപ മുതലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതായത് നമുക്ക് വാട്ടർ പോപ്പിയും പെന്നിവർട്ടും അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്ലാന്റുകളും ഇതിനകത്തുണ്ട്. വേണ്ടുന്നവർക്ക് ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ ലോട്ടസിനകത്തൊക്കെ വീണ്ടും ബഡൊക്കെ ആയിട്ടുണ്ട്. റീപോട്ടൊക്കെ ചെയ്തതിന് ശേഷം പ്ലാന്റുകളൊക്കെ ഒരുവിധം നന്നായി വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ചെറിയ ടബിൽ നട്ട ഒരു ട്യൂബറാണ്. അത് നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ഏതാണെന്ന് അറിയത്തില്ലെങ്കിലും നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. 2 ബഡും ആയിട്ടുണ്ട്. പിന്നെ ചില ടബിലൊക്കെ ഞാൻ ലോട്ടസും വാട്ടർ ലില്ലിയും കൂടി ഒന്നിച്ച് നട്ടേക്കുകയാണ്. അത് പ്ലാന്റിന് ദോഷമാണ്. എങ്കിലും ഇപ്പോൾ നമുക്ക് ടബുകളൊന്നും ഇല്ലാത്തതിനാലാണ് അങ്ങനെ നടുന്നത്. ഇതൊരു മഞ്ഞ വാട്ടർ ലില്ലിയാണ്. ഇത് ഒരുപാട് ഫ്ലവറുകൾ ഉണ്ടായ പ്ലാന്റാണ്. ഇത് നമ്മൾ ഹിമാനിയുടെ റീപോർട്ട് ചെയ്തതിന് ശേഷം വെച്ചിരിക്കുന്ന ടബാണ്. അതിനകത്ത് ട്യൂബറൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇതും മിക്രാന്ത ബ്ലൂ ആണ്. ഇതൊക്കെ വലിയ പ്ലാന്റാണ്. ഇങ്ങനെയുള്ള വലിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കാം. നമ്മൾ ഇതിനകത്ത് അസോള, വാട്ടർ ക്യാബേജ് ഇതൊക്കെ ഇട്ടിരുന്നാൽ കൊതുകിൻ്റെ ശല്യം കുറയുന്നതാണ്. പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. വെള്ളം ഒരുപാടായാൽ ഈ പ്ലാന്റുകളൊക്കെ അളിഞ്ഞു പോകും. അതുപോലെ തന്നെ കുറച്ച് ലീഫുകളൊക്കെ ഇതിനകത്ത് ചീത്തയായി നിൽപ്പുണ്ട്. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഇതിപ്പം ധ്രുവയാണ്. ധ്രുവയുടെയൊക്കെ റീപോർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ ബഡാണിത്. ഇപ്പോൾ ഈ സമയമായാലും ലോട്ടസിനകത്തൊക്കെ ഫ്ലവറുകളാകുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കൊളോക്കേഷ്യ പ്ലാന്റ് ഒക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ. രാവിലെ ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു. നല്ല വെറൈറ്റി പ്ലാന്റുകളാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വേണ്ട കൂട്ടുകാർക്ക് അതും കൂടി കണ്ടിട്ട് ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് 3-4 വെറൈറ്റി ലോട്ടസ് ട്യൂബറുകളും കൊടുക്കാനുണ്ട്. നേരത്തെ ഇട്ടിരുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ ലോട്ടസ് ട്യൂബറും കൂടി വേണമെങ്കിൽ ചോദിക്കുക. ഈ ഫ്ലവർ പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളതാണ്. പിങ്ക് ക്യാപ്പൻസിസ് ആണിത്. ഇതിന് ഈ സെയിം പ്ലാന്റിന് 230 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതൊരു വലിയ പ്ലാന്റാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും റേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വേണ്ട കൂട്ടുകാർക്ക് ചോദിക്കുക. ഇത് മെക്സിക്കൻ സോഡാണ്. അതിൻ്റെയൊക്കെ പ്ലാന്റുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ വെരിഗേറ്റഡ് മെക്സിക്കൻ സോഡ ഉണ്ട്. ഒരു വൈറ്റും ഗ്രീനും കൂടിയുള്ള കളർ ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ്. അതും ഈ കൂട്ടത്തിലുണ്ട്. കുറച്ച് പ്ലാന്റുകൾ അതിൻ്റെ റെഡിയായി നിൽപ്പുണ്ട്. അതിന് 40 രൂപയാണ്. ഇപ്പം വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വേണ്ടുന്ന കൂട്ടുകാർക്ക് ഓർഡർ ചെയ്യുക. നിങ്ങൾക്ക് 100 രൂപയ്ക്ക് വേണമെങ്കിൽ ഈ പ്ലാന്റുകളെല്ലാം തന്നെ കുറച്ച് എല്ലാം കൂടി തന്നെ 10 പ്ലാന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കോംബോ തരാം. 100 രൂപ, 50 രൂപ CC, അങ്ങനെ 150 രൂപയ്ക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. വാട്ടർ പ്ലാന്റ്സ് വെക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ്. ഒരുപാട് പേർക്കൊക്കെ നമ്മൾ പണ്ട് കൊടുത്തിട്ടുള്ളതാണ് വാട്ടർ പ്ലാന്റ്സ് കോംബോ. അപ്പം പ്ലാന്റുകളൊക്കെ വേണ്ടവർ ഓർഡർ ചെയ്യുക. DTDC വഴിയാണ് പ്ലാന്റുകൾ